ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ജൂലൈ മാസ ഫലം. അത് കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ എല്ലാവിധ ദൈവാധീനവും ഭാഗ്യവും ഉള്ള ഒരു മാസമാണ്. അതായത് 9ാം ഭാവം, അതാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യഭാവം ഒരു നക്ഷത്രക്കാർക്ക്. ആ 9ാം ഭാവത്തിൻ്റെ അധിപൻ 11ാമിടത്ത് ഉപജയസ്ഥാനമായ 11ാമിടത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 11ാമിടത്ത് ഉച്ചം ചെയ്യുന്നു. കൂടെ രാശ്യാധിപനായിരിക്കുന്ന ബുധനുമുണ്ട്. അത് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയാണ്. അപ്പോൾ 9ാം ഭാവത്തിൽ നിൽക്കുന്നതോ പ്രവർത്തികാരകൻ കൂടിയായിരിക്കുന്ന ചൊവ്വയാണ്. പ്രബല ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യും. എന്നിരുന്നാലും ചില കാര്യങ്ങൾക്ക് അത്യപൂർവമായിട്ടെങ്കിലും ചില ക്ലേശങ്ങളൊക്കെ വന്നുപെടാം. മനുഷ്യരല്ലേ, പല കാര്യങ്ങളൊക്കെ ഇടപെടുന്ന സമയത്ത് അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാനും പാടില്ല. പ്രധാന കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അത് സാഹസികത, എടുത്തുചാട്ടം മൂലം ചില മനക്ലേശങ്ങളോ ധനനഷ്ടങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ഈ കന്നിരാശിക്കാർക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ ഒരു കുഴപ്പവും വരികയില്ല. ദൈവാധീനം പൂർണ്ണമായിട്ടുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വർദ്ധിക്കും. ശ്രേയസ്സിനെയും യശസ്സിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ആ ലഗ്ന അല്ലെങ്കിൽ ആ കൂറിൻ്റെ അധിപൻ, കന്നിക്കൂറിൻ്റെ അധിപനായിരിക്കുന്ന ബുധൻ ഉപജയസ്ഥാനം, വർധനവും എല്ലാം വർദ്ധിച്ച് വരുന്ന തൊഴിൽ ആണെങ്കിലും ധനമായാലും ആരോഗ്യവും സൗന്ദര്യവും തേജസ്സും പ്രസിദ്ധിയും എല്ലാം വർദ്ധിച്ചു വരുന്ന ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നിച്ച് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ടാകും. എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിലെങ്കിലും സാമ്പത്തിക രംഗം കൈവിട്ടു പോകും. അധിക ചെലവുകൾ വന്നു വീഴുക. അത് സുഹൃത്തുക്കൾ മുഖാന്തരമോ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ സഹോദര സ്ഥാനീയരുമായോ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടോ സ്വയമായിട്ടോ ഒക്കെ വന്ന് സാമ്പത്തിക അധിക ചെലവുകൾ സൂചകമാണ്. സഹോദര സ്ഥാനീയരൊക്കെ സഹായത്തിന് ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചതിൽ അങ്ങനെയാണ് കാണുന്നത്. ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സാകുന്നതിനൊക്കെ നല്ല യോഗവും ഭാഗ്യവുമുള്ള സമയമാണ്. അതുപോലെ മറ്റൊരു കാര്യം, വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണവും സന്തോഷകരവുമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. ദീർഘനാളുകളായിട്ട് വിവാഹം കഴിച്ചിട്ട് ദീർഘനാളുകളായിട്ട് ഒരു സന്താന ഭാഗ്യം ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഒരു സന്താന ഭാഗ്യം വന്നു ചേരുവാൻ യോഗമുണ്ട്. അത് സന്താന ഭാവത്തിലേക്ക് സന്താനകാരകൻ കൂടിയായിരിക്കുന്ന ആ വ്യാഴഗ്രഹം പൂർണ്ണ ബലവാനായിട്ട് ദൃഷ്ടി ചെയ്യുമ്പോൾ ശുക്രന്റെ സ്ഥിതി കൊണ്ടും ഒക്കെ നല്ലതാണ്. ചൊവ്വയും അനുഗ്രഹിച്ച് നിൽക്കുകയാണ് ഈ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് ഉത്തമമായ രീതിയിൽ ഒരു സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിന് യോഗമുണ്ട്. വിവാഹം കഴിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരു കാരണവുമില്ലാതെ തടസ്സങ്ങൾ വന്നു ചേരുക. അതൊക്കെ തടസ്സം എന്താണെന്ന് ജാതകാൽ കൂടി നോക്കണം. ഗോചരാൽ അങ്ങനെ കാണുന്നു. അപ്പോൾ അതിനും എന്തെങ്കിലും തരത്തിൽ ശനിപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും. അതായത് കണ്ടകശനി സപ്തമഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ മനക്ലേശങ്ങൾ പല രീതിയിൽ സൂചകമാണ്. മനസ്സിൻ്റെ കാരകൻ്റെ സ്ഥിതി അനുസരിച്ചൊക്കെ അങ്ങനെയാണ് കാണുന്നത്. മനസ്സ് ചില സന്ദർഭങ്ങളെങ്കിലും ചഞ്ചലമാകുന്നതിനും കൈവിട്ടു പോകുന്നതിനും ഒക്കെ സൂചനയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ചില ഭാഗ്യ തടസ്സങ്ങളും ഉണ്ടാകും. അതിന് എപ്പോഴും മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ശത്രുക്കളെ ഒരു പരിധിവരെയെങ്കിലും അകറ്റി നിർത്തുക, പരിചയമില്ലാത്തവരെയൊക്കെ. അതുപോലെ കുടുംബാംഗങ്ങൾക്ക്, അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കൊക്കെ സഹായങ്ങൾ ചെയ്യുവാനും ഒക്കെ സാധിക്കുന്ന ഒരു നല്ല ഒരു മാസമാണ്. വിദേശത്ത് ആയിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഐശ്വര്യസമ്പൂർണമായ നേട്ടങ്ങൾ കിട്ടുന്ന, തൊഴിൽ സ്ഥിരത വന്നു ചേരുന്ന ഒരു മാസമാണ്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായാലും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായാലും വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരോ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ അതുമല്ല ഇനി ഇവന്റ് മാനേജ്മെന്റ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുന്നവരോ മറ്റ് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും
വിജയങ്ങൾ വന്നിച്ചു. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിലിരിക്കുന്നവർക്കും അനുകൂലമാണ്. അധികാരത്തിൻ്റെ ഗ്രഹം ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ അധികാരം വേണ്ട രീതിയിൽ വിനിയോഗിച്ച് പേരും പ്രശസ്തിയും പെരുമയും വർദ്ധിക്കുന്നതിനും ധന ആഗമന യോഗം വന്നു ചേരുന്നതിനും യോഗമുണ്ട്. പൊതുവെ നന്നായിരിക്കും. അധ്യാപകർക്കായാലും മറ്റ് സർക്കാർ ജീവനക്കാർക്ക്, പോലീസുകാർ, മിലിറ്ററി ഓഫീസേഴ്സ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ദമ്പതികളായിട്ടുള്ളവർ കഴിവതും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരും. അത് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല വിളവൊക്കെ ലഭിക്കുകയും വിളവൾക്ക് നല്ല ലാഭമുണ്ടാകുകയും ചെയ്യും. അതായത് കൃഷി എന്ന് പറയുമ്പോൾ പച്ചക്കറി കൃഷിയോ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമല്ല, അതും ഉൾപ്പെടും. എന്നിരുന്നാലും ക്ഷീര കർഷകരായാലും മത്സ്യ കർഷകരായാലും ഇനി അതല്ല സുഗന്ധദ്രവ്യങ്ങൾ, മറ്റ് നാണ്യവിളകൾ, ഇതൊക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു മാസമാണ് ജൂലൈ മാസം. മക്കളെ കൊണ്ടും നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരും. ഈ നക്ഷത്രക്കാരുടെ 4ാം ഭാവം അത് വളരെ തൃപ്തികരമാണ്. 5ാം ഭാവത്തിൽ അത് സന്താന ഭാവമാണ്. സന്താനങ്ങളെ കൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക നേട്ടമുണ്ടാകുകയോ സുഖസൗകര്യങ്ങൾ ഇണക്കിത്തരികയോ ഒക്കെ ഈ നക്ഷത്രക്കാരായിരിക്കുന്നവരുടെ മക്കൾക്ക്, പ്രായമായ മക്കൾ മുഖാന്തരം സുഖമായ രീതിയിലൊക്കെയുള്ള ജീവിതം അല്ലെങ്കിൽ ഒന്നിച്ച് കഴിയുവാൻ, സന്തോഷത്തോടുകൂടി കഴിയുവാനൊക്കെ യോഗമുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ യോഗമുണ്ട്. ഈ ജൂലൈ മാസത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യപൂർണമായ കാലം. സംസാരത്തിൽ നയവും കഴിവുമൊക്കെ വളരെ പ്രകടിപ്പിച്ച് ഒക്കെ വേണം മറ്റുള്ളവരെ പ്രവർത്തിപ്പിക്കുവാൻ. അപ്പോൾ സ്വന്തമായ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്കും വിജയങ്ങൾ സൂചകമാണ്. അതായത് ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നവരായാലും വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവർ, എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള ബിസിനസ്സുകളോ ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതുമല്ല എങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലൊക്കെ വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നവർ, അവർക്കൊക്കെ വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് ഈ പ്രോഗ്രാം ഷെയർ ചെയ്തൊക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.